ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിക്കഴിഞ്ഞു. 19 മത്സരാർത്ഥികളെ കൊണ്ടാണ് ഈ വർഷത്തെ സീസൺ തുടങ്ങിയിരിക്കുന്നത്. 2 കോമണേഴ്സും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകത തന്നെ. എന്നാൽ മത്സരാർത്ഥികൾ പരസ്പരം മിണ്ടിയും പറഞ്ഞുമൊക്കെയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് രതീഷ് കുമാർ എന്ന് പറയുന്ന ആൾ, പുള്ളി ഭയങ്കര സംസാര പ്രിയനൊക്കെയാണ്. പുള്ളിയും ഒരു ട്രാൻസ്ജെൻഡറായിട്ടുള്ള ജാൻമണി ദാസ്, പുള്ളി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവർ തമ്മിലൊക്കെ എൻ്റെ ഇടയ്ക്ക് ഒരു വഴക്കൊക്കെ ഉണ്ടായി. സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ചൊല്ലിയൊരു വഴക്കൊക്കെ ഉണ്ടായി. അപ്പം ജാൻമണി പറയുന്നത്, എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ എൻ്റെ ഭർത്താവാണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു വഴക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ രതീഷ് പറയുന്ന ഇതാണ്, ഞാൻ ഉപദേശിക്കും, വേണേൽ കേട്ടാൽ മതി, ഉപദേശിക്കുന്നതിന് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒന്ന് തട്ടിക്കയറുന്നുണ്ട്. എന്നാൽ രാത്രിയിൽ ബെഡ്റൂമിൻ്റെ അകത്ത് വെച്ച് നടക്കുന്ന ഒരു സംഭാഷണമാണ്. അതിൽ റോക്കി ബായ് ഉണ്ട്, അതോടൊപ്പം തന്നെ സിജോ ടോക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയനുണ്ട്, ജാസ്മിനുണ്ട്. അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാസ്മിനെ കുറിച്ച് ഒരു റോക്കി ബായ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ലവിനെ കുറിച്ചുള്ള, ജാസ്മിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഗബ്രി ജോസുമായിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമൊക്കെയാണ് അവിടെ സംസാരിച്ചത്. എന്തുവായാലും ഗബ്രി ജോസുമായിട്ട് ജാസ്മിൻ ലവ് ട്രാക്ക് പിടിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം രാവിലെയും അത് തന്നെ ഒരു തുടക്കമായിട്ടുണ്ട്. ഗബ്രി ജോസിൻ്റെ അടുത്തൊക്കെയാണ് ജാസ്മിൻ വന്നിരിക്കുന്നതും കാര്യങ്ങളുമൊക്കെ. എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഗബ്രിയോസ് നീ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ബ്രഷില്ലായിരുന്നു, ജാസ്മിന് ബ്രഷില്ലായിരുന്നു. അപ്പം ഗബ്രിയോസ് പറഞ്ഞു ഇതുപോലെ ക്യാമറയെ നോക്കി പറഞ്ഞാൽ മതി, അപ്പോൾ ബിഗ് ബോസ് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, അത് പറഞ്ഞാൽ കൊണ്ടുതരത്തില്ല എന്നൊക്കെ മടിച്ച് നിന്ന് ജാസ്മിൻ പിന്നെ പോയി ക്യാമറയെ നോക്കി പറയുകയായിരുന്നു. അപ്പോൾ ക്യാമറ അനങ്ങുകയും അത് ജാസ്മിൻ പറഞ്ഞത് അത് കേൾക്കുകയും ചെയ്തു എന്ന് വിചാരിച്ച് ജാസ്മിൻ വന്ന് പറഞ്ഞ, എടാ നീ കൊള്ളാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തുവായാലും എന്തായി തീരും, ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ലവ് ട്രാക്ക് ഇവിടെ ആരംഭിക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണേണ്ടതുണ്ട്. കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേഷനൊക്കെ ഈ ചാനലുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.